ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾ നേരിട്ട് മനസ്സിലാക്കാൻ ഷാഫി പറമ്പിൽ MP മൂരാട് മുതൽ തിക്കോടി വരെ ജനങ്ങളിൽ നിന്നും പരാതികൾ സ്വീകരിച്ചു. ഈ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് MP ഉറപ്പു നൽകി. മഴയ്ക്ക് ശേഷം നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അധികൃതരിൽ നിന്ന് ഉറപ്പ് കിട്ടിയതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് ഷാഫി പറമ്പിൽ MP മൂരാട് മുതൽ തിക്കോടി വരെ സന്ദർശനം നടത്തിയത്. പ്രദേശങ്ങൾ സന്ദർശിച്ച MP ജനങ്ങളിൽ നിന്നും പരാതികൾ നേരിട്ട് സ്വീകരിച്ചു. പയ്യോളിയിലെയും മൂരാടെയും വെള്ളക്കെട്ടിന് യാത്രാ പ്രശ്നത്തിനും പരിഹാരം തേടി ഷാഫി പറമ്പിൽ MP ദേശീയ പ്രൊജക്ട് ഡയറക്ടർ, നിർമ്മാണ കമ്പനി അധികൃതർ എന്നിവരോടൊപ്പമാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചത്. ഈ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് MP ഉറപ്പു നൽകി. മഴയ്ക്ക് ശേഷം നിർമ്മാണ പ്രവൃത്തി പുനരാരംഭിക്കാൻ കഴിയുമെന്ന് അധികൃതരിൽ നിന്ന് ഉറപ്പ് കിട്ടിയതായും അദ്ദേഹം പറഞ്ഞു. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യം നടത്തിയ കമ്മ്യൂണിക്കേഷൻസിൽ ഒന്ന് ബഹുമാനപ്പെട്ട ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഇതേ സംബന്ധിച്ചുള്ളതായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ MPs കോൺഫറൻസിലും ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ചാണ്. ആ MPs കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള MPs കോൺഫറൻസിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അടിയന്തരമായി ഇതിന്റെ മുഴുവൻ ഉന്നത ഉദ്യോഗസ്ഥരെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ടുള്ള ഒരു സ്ഥല സന്ദർശനം അനിവാര്യമാണ് എന്നുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ശരിവെക്കുകയും ഒരു ജോയിന്റ് വിസിറ്റ് നടത്തുന്നത് ഉചിതമായിരിക്കുകയും ചെയ്യുമെന്ന് ഇവിടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തതും ആ MPs കോൺഫറൻസിൽ തന്നെയാണ്. പയ്യോളിക്കും മൂരാടിനുമിടയിൽ വെള്ളക്കെട്ട് വലിയ ഗതാഗത തടസ്സമാണ് ഉണ്ടാക്കുന്നത്. വിവിധയിടങ്ങളിൽ അടിപ്പാതയ്ക്ക് സമരങ്ങളും നടക്കുന്നുണ്ട്. ഇക്കാര്യം അധികൃതരുമായി ചർച്ച ചെയ്യുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സർവീസ് റോഡിൽ ഗർത്തമുണ്ടാകുന്ന ഭാഗങ്ങളിൽ ഡ്രെയിനേജ് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വടകര.